പറ്റില്ലെങ്കിലും ഒരുപാട് പ്രാവശ്യം ഈ രാജ്യത്തെ കേൾക്കുമ്പോഴും മനസ്സിൽ വളരെ ഭയങ്കര ഒരു വല്ലാത്ത ഫീലാണ്. കണ്ണ് നിറഞ്ഞു എപ്പോഴും കേട്ടാലും ഇപ്പോഴും ശ്രുതി പാടിയപ്പോൾ ഭയങ്കര ഒരു ഫീൽ ഉണ്ടായി. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ ഫിലിം ഷൂട്ട് ചെയ്തത്. പിന്നെ മഴയത്തും വെയിലത്തും ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്ന് ഞങ്ങൾ നേടിയെടുത്തതാണ് ഈ സിനിമ. അപ്പോൾ പിന്നെ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് സജീവിക്കാണ് ഈ സിനിമയിലേക്ക് എന്നെ ക്ഷണിക്കുന്നത്. പിന്നെ ഞാൻ വന്നപ്പോൾ സുധീർ സാറിനെ കണ്ടു. സുധീർ സാർ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറെ കണ്ടിട്ടില്ല. അത്രയ്ക്ക് നമ്മളെ കൂടെ ചേർന്ന് നിന്ന് എല്ലാ കാര്യത്തിനും ഒരു മാറ്റിവെക്കാതെ എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ നിന്ന് ഒപ്പം നിന്ന സാറാണ് സുധീർ സാർ. വളരെയധികം താങ്ക്സ് സാർ, ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു അവസരം തന്നതിന്. ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് തോന്നുന്നത് കുറേ സിനിമ ചെയ്തെങ്കിലും എനിക്ക് ഇത്രയും നല്ലൊരു വേഷം ശക്തമായിട്ടുള്ളൊരു പാട്ടിലും എല്ലാത്തിലും കിട്ടിയത് എനിക്ക് ഇനിയും നല്ല മൂവിയാണ്. അതുകൊണ്ട് ഇത് തന്നെയായിരിക്കും എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫിലിം എന്ന് ഞാൻ പറയും എൻ്റെ ലൈഫിൽ. പിന്നെ ജീവേട്ടൻ ഒരുപാട് നമ്മളെ കൂടെ ചേർന്ന് നിന്ന് പല പല കാര്യങ്ങളും നമുക്ക് എന്താ പറഞ്ഞു തന്ന് എല്ലാത്തിനും നമുക്ക് മഴയത്തും വെയിലത്തും ഒപ്പം നിന്ന് നമ്മുടെ കൂടെ നിന്ന് ഞങ്ങൾക്കൊരു കുടുംബമായിരുന്നു ഞങ്ങളുടെ ഈ സിനിമ എന്ന് പറയുന്നത്. അല്ലാതെ ഞങ്ങൾ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് പോയിട്ട് പിന്നെ അങ്ങനെയല്ല, എല്ലാവരും കോൺടാക്ട്സ് ഉണ്ടായിരുന്നു പരസ്പരം. അവസാനം വരെയും ഇത് കഴിഞ്ഞ് പോയപ്പോൾ ഞങ്ങൾ എല്ലാവരും പരസ്പരം ഭയങ്കര കരച്ചില്ലായിരുന്നു. കാരണം ആ ഒരു ഫാമിലി ആയിരുന്നു ഞങ്ങൾ. ഇപ്പോഴും ആ ഫാമിലി തന്നെ ഞങ്ങൾ അങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നത്. ഇതിനകത്തുള്ള പാട്ട് പിന്നെ സനീഷ്, എൻ്റെ നായകൻ സനീഷ് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നെങ്കിലും അത് തോന്നുകയില്ലായിരുന്നു. അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടായിരുന്നു സനീഷിന്റെ ഓരോ ചുവടുവയ്പും. ഇതിനകത്ത് ഞങ്ങൾ അതിശയത്തോടെ നോക്കി നിന്നതായിരുന്നു. അങ്ങനെ ഒരു ഫിലിം അഭിനയിക്കുമ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന ഒരാള്. പിന്നെ കൂടെ നിന്ന് എല്ലാവരും സുധീർ ചേട്ടനായിരുന്നാലും നമ്മുടെ അഷ്കറിന്റെ അമ്മയായിട്ടാണ് ഞാൻ 2 കാലഘട്ടം കാണിക്കുന്നത്. സുധീർ സാറിന്റെ മകൻ പാർത്ഥിബ് ചെറിയ പ്രായത്തിൽ, അതും ഈ അഷ്കറിന്റെ ചെറുപ്പം അങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ അഷ്കറിന്റെ അമ്മ, അങ്ങനെ 2 കാലഘട്ടത്തിലും അങ്ങനെ ദേവൻ ചേട്ടൻ പോലുള്ള ഒരു വലിയ സീനിയർ ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു. പിന്നെ അങ്ങനെ എല്ലാവരും ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു. നന്ദേശ്വർ ചേട്ടൻ, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകളുടെ കൂടെ. പിന്നെ ഇത് ഞങ്ങളുടെ AD ആയിരുന്നു ആശാ വാസുദേവ്. 2 ആശയം അങ്ങോട്ടും മാറിപ്പോകും. അപ്പം ഞാൻ ആശയെ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ഞങ്ങൾക്ക് ഒപ്പം നിന്ന് എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ നിന്ന് സഹകരിച്ച ഒരാളാണ്. ഞാൻ ആശയിലേക്ക് കൈമാറുന്നു. ഈ സിനിമ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ള എല്ലാ പ്രാർത്ഥനയും, ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പ്രൊമോഷൻസും എൻ്റെ ഏറ്റവും അധികം സപ്പോർട്ടും എല്ലാത്തിനും ഞാൻ കൂടെ കാണും. എൻ്റെ ഫാമിലിയാണിത്. അപ്പം എല്ലാവരോടും നന്ദി പറയുന്നു.